ഗുഡ് ഈവനിങ് എവരി വൺ. ക്ലാസ് റെക്കോർഡിങ്ങിലാണ്. നാളെ മോർണിംഗ് നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രിപ്പോസിഷൻ്റെ ആ വർക്ക് പറയാം. ക്വസ്റ്റ്യൻ പറയാം, ആൻസറും പറയാം. ഐഡൻറ്റിഫൈ ദ പ്രിപ്പോസിഷൻസ് ഇൻ ദ ഫോളോവിങ് സെൻറ്റൻസസ്. താഴെ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ഓരോ വാക്യത്തിലും പ്രിപ്പോസിഷൻ ഏതാണ് എന്ന് കണ്ടെത്തുക, തിരിച്ചറിയുക. അത്രേ ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പ്രിപ്പോസിഷൻ ഏതാണോ അതിൻ്റെ താഴെ ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയിട്ട് ആ താഴെ ആ വേർഡിൻ്റെ മാത്രം താഴെ അണ്ടർലൈൻ ചെയ്താൽ മതി. ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ വെൻറ്റ് ടു എ ലവ്ലി ക്രിസ്മസ് പാർട്ടി. ഐ വെൻറ്റ് ടു എ ലവ്ലി ക്രിസ്മസ് പാർട്ടി. ഞാൻ മനോഹരമായ ഒരു ക്രിസ്മസ് പാർട്ടിക്ക് ഞാൻ പോയി. അവിടെ ടു എന്ന വേർഡാണ് പ്രിപ്പോസിഷൻ. മറക്കണ്ട, ടു എന്ന വേർഡാണ്. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതി അയച്ചവർ ഇപ്പോൾ നിങ്ങൾ ടിക്ക് ചെയ്ത ശേഷം നിങ്ങൾ എഴുതി ആൻസർ നിങ്ങളെ എടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യട്ടോ. ഞാൻ ചെക്ക് ചെയ്യാൻ സമയം തരാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഡെത്ത് ഓഫ് 40 ജവാൻസ് വാസ് ഷോക്കിംഗ്. ദ ഡെത്ത് ഓഫ് 40 ജവാൻസ് വാസ് ഷോക്കിംഗ്. 40 ജവാന്മാരുടെ മരണം അത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു, ഷോക്കിംഗ്. അവിടെ ഓഫ് എന്ന വേർഡാണ് അവിടെ പ്രപ്പോസിഷൻ. അപ്പോൾ ജസ്റ്റ് മാർക്ക് ചെയ്തോളൂ, ഓഫ്. ഏറെക്കുറെ എല്ലാവർക്കും ഇത് ഒരു 75% ശരിയായിരിക്കും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഹീ ലിവ്സ് ഇൻ എ വില്ലേജ് ഇൻ റാനിക്കറ്റ്. റാനിക്കറ്റിലെ ഒരു ഗ്രാമത്തിലാണ് അയാൾ താമസിക്കുന്നത്. ഹി ലിവ്സ് ഇൻ എ. അവിടെ ഇന്ന് എന്ന വേർഡ് മാത്രമാണ് പ്രിപ്പോസിഷൻ. ഇന്ന് എ പ്രിപ്പോസിഷൻ്റെ ഭാഗമല്ല, ഇന്ന് മാത്രമാണ് പ്രിപ്പോസിഷൻ. ഓക്കെ. നെക്സ്റ്റ് ഫോർത്ത്. അപ്പോൾ ഇതിലുള്ള ആൻസറൊക്കെ പിന്നെ ഏകദേശം എല്ലാവർക്കും ശരിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഫോർത്ത്, ഷീ ഗോട്ട് എ ന്യൂ ഗസ്റ്റ് ഇൻ ഹെർ ഹൗസ്. ഷീ ഗോട്ട് എ ന്യൂ ഗസ്റ്റ് ഇൻ ഹെർ ഹൗസ്. അവൾക്കൊരു പുതിയ ഗസ്റ്റ് ഇന്നുണ്ട്. ഇന്ന് അവൾക്കൊരു പുതിയ ഗസ്റ്റ് ഉണ്ട്. ഓക്കെ. അവിടെ ഗോട്ട് പറഞ്ഞാൽ കിട്ടിയെന്നല്ല, ഉണ്ട് എന്നാണ് അവിടെ അർത്ഥം കേട്ടോ. ഓക്കെ. അവിടെ ഇൻ എന്ന വേർഡാണ് അവിടെയും പ്രിപ്പോസിഷൻ, ഇന്നാണ്. അത് മാർക്ക് ചെയ്ത് വെച്ചോളൂ. അടുത്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ പറയാണ്, ഇറ്റ് ഈസ് വെരി ഹ്യൂമിഡ് ഇൻ ദി സമ്മർ. ഇറ്റ് ഈസ് വെരി ഹ്യൂമിഡ്. ഹ്യൂമിഡ് എന്ന് പറഞ്ഞാൽ ഈർപ്പമുള്ള കാലാവസ്ഥ. അപ്പോൾ നമ്മൾ ഈ വിങ്ങൽ മഴക്കാറൊക്കെ മൂടി നിൽക്കുമ്പോൾ ഉള്ളിക്ക് നമുക്കത് പൊതുവെ വെയിലില്ലെങ്കിലും ഭയങ്കര വിങ്ങൽ വരൂലേ, ഒരു ആവി പോലെയുള്ള ചൂടുള്ള കാലാവസ്ഥ. അതിനാണ് ഈ ഹ്യൂമിഡ് എന്ന് പറയുക. ആ ഒരു കാലാവസ്ഥക്കാണ് ഹ്യൂമിഡ് എന്ന് പറയുക. അപ്പോൾ ഇറ്റ്സ് വെരി ഹ്യൂമിഡ് ഇൻ ദി സമ്മർ. സമ്മറിൽ ശക്തമായ ഹ്യൂമിഡ് ആയിരിക്കും. ഓക്കെ. അവിടെ അതിലും ഇന്ന് എന്ന വേർഡാണ് പ്രിപ്പോസിഷൻ. അപ്പോൾ ഇതിലൊക്കെ ഈ 3 ക്വസ്റ്റ്യനിലും കണ്ടിന്യൂസ് ഇങ്ങനെ വന്നിട്ടുണ്ടത്. ഓക്കെ. വേഗം തിരിച്ചറിയാൻ പറ്റും, കാരണം വലിയൊരു പ്രയാസം ഉണ്ടാവും തോന്നുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 6th ആണ് ക്വസ്റ്റ്യൻ നമ്പർ, നോക്കിക്കോളൂ. ഷീ ഗെയ്വ് എ റോസ് ടു ഹെർ മദർ. ഷീ ഗെയ്വ് എ റോസ് ടു ഹെർ മദർ. അവിടെ ടു പിന്നെ അമ്മയ്ക്ക് എന്ന അർത്ഥം പറയാൻ വേണ്ടിയാണ് ടു ഹെർ മദർ. പിന്നെ അവരുടെ അമ്മയ്ക്ക്, അവരുടെ അമ്മയ്ക്കൊരു റോസ് നൽകി എന്നാണ് പറയുന്നത്. റോസാപുഷ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്ക് ടു എന്ന വേർഡാണ് അവിടെ പ്രിപ്പോസിഷൻ. ടു എന്ന വേർഡാണ്. നെക്സ്റ്റ്, ഹി വാസ് പ്രിപ്പയറിംഗ് ഫോർ ഹിസ് എക്സാമിനേഷൻ. ഹി വാസ് പ്രിപ്പയറിംഗ് ഫോർ ഹിസ് എക്സാമിനേഷൻ. അയാൾ തൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി അയാൾ തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു വാക്യത്തിൽ ഫോർ എന്ന വേർഡാണ് പ്രിപ്പോസിഷൻ. ഫോർ എന്ന വേർഡാണ്. പ്രത്യേകിച്ചൊരു ടൈറ്റ് വരുന്നില്ല, ഈസി തന്നെ ആയിരിക്കും. ഏറെക്കുറെ ഇതിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഓരോ സെൻറ്റൻസിൻ്റെയും വാക്യാർത്ഥം കൂടി നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹി യൂസ്ഡ് ടു വിസിറ്റ് ഹിസ് ഫ്രണ്ട് ഇൻ ദ ഹോസ്പിറ്റൽ every evening. He used to visit his friend in the hospital every evening. അവിടെ നമുക്ക് സംശയം വരാം, സാർ അവിടെ 2 പ്രിപ്പോസിഷൻ കാണുന്നുണ്ടല്ലോ.
ടു എന്ന പ്രിപ്പോഷൻ ഉണ്ടല്ലോ, അതുപോലെ ഇന്ന് എന്ന പ്രിപ്പോഷൻ ഉണ്ടല്ലോ എന്ന് സംശയം വന്നേക്കാം. പക്ഷേ ആ ഒരു സംശയത്തിൻ്റെ ദൂരീകരണം ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. യൂസ്ഡ് ടു എന്നുള്ളത് ഒരു പ്രയോഗമാണ്. യൂസ്ഡ് ടു ഒരു പ്രയോഗമാണ്. അതുകൊണ്ട് യൂസ്ഡിൻ്റെ കൂടെയുള്ള ടൂവിനെ നമ്മൾ പ്രിപ്പോഷനായി കരുതാൻ പറ്റൂല. കാരണം യൂസ്ഡിൻ്റെ കൂടെ വരുന്ന ഒരു പാർട്ടിക്കിൾ, ഒന്നോ രണ്ടോ അക്ഷരങ്ങൾ കൂടുന്ന വാക്കുകളെ പൊതുവിൽ പാർട്ടിക്കിൾ എന്ന് പറയാറുണ്ട്. പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അംശം എന്നൊക്കെ അർത്ഥം പറയുന്നതാണ്. അപ്പോൾ ഈ അങ്ങനെ വരുന്ന ഒരു വേർഡ് മാത്രമാണ് അവിടെ ടു. നമ്മളിപ്പോൾ ഓട്ട് ടു, പിന്നെ എബൌട്ട് ടു, യൂസ്ഡ് ടു, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രയോഗങ്ങൾ ഇംഗ്ലീഷിലുണ്ട്. അപ്പോൾ അതുപോലുള്ളൊരു പ്രയോഗങ്ങളാണ് ഇവിടെ യൂസ്ഡ് ടു. പതിവായിരുന്നു എന്നാണ് യൂസ്ഡ് ടു എന്ന ആ ഒരു പ്രയോഗത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഹി യൂസ്ഡ് ടു വിസിറ്റ് ഹിസ് ഫ്രണ്ട് ഇൻ ദി ഹോസ്പിറ്റൽ എവറി ഈവനിങ്. അയാൾ തൻ്റെ സുഹൃത്തിനെ എല്ലാ ദിവസവും വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോയി കാണുക അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ സന്ദർശിക്കുക പതിവായിരുന്നു. അയാൾ തൻ്റെ സുഹൃത്തിനെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഹോസ്പിറ്റലിൽ പോയി സന്ദർശിക്കുക, കാണുക പതിവായിരുന്നു ആണ് യൂസ്ഡ് ടു എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ യൂസ്ഡ് ടുവിൻ്റെ ഭാഗമായ ടു പ്രിപ്പോസിഷൻ അല്ല. പിന്നെ ഏതാ പ്രിപ്പോസിഷനായിട്ട് വരിക? ഇന്നാണ് വരിക. ആ പ്രിപ്പോസിഷൻ പൊതുവിൽ ഈസിയായ ഒരു ചാപ്റ്റർ ആണെങ്കിലും എല്ലാ ഭാഗങ്ങളിലും പ്രിപ്പോസിഷൻ ഈസിയാണ് എന്ന് വിചാരിക്കരുത്. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് തിരിച്ചറിയേണ്ട പോയിന്റുകളും അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം വർക്ക് ചെയ്യാൻ. നമ്മൾ ഓരോ ലെസണിൻ്റെയും വർക്കുകൾ അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ വർക്കുകളൊക്കെ ഈസി ആണെങ്കിലും ഇടയ്ക്ക് അല്പം ടൈറ്റുള്ള ടഫുള്ള ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ആഡ് ആയിട്ടുണ്ട്. അത് ഞങ്ങൾ ഇതിൻ്റെ ഈ ലെസൺ തയ്യാറാക്കുമ്പോൾ തന്നെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും പിന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ കൊടുത്തതാണത് കേട്ടോ. ഓക്കെ, കാരണം എന്താ വെച്ചാൽ നമുക്ക് നന്നായിട്ട് ഇതിന് പഠിഞ്ഞു വരണം. ഓക്കെ, അപ്പോൾ എട്ടാമത്തെ വാക്യത്തിൽ പ്രിപ്പോഷൻ പിന്നെ ഏതാ പറഞ്ഞില്ല. എട്ടാമത്തെ വാക്യത്തിലെ പ്രിപ്പോഷൻ ഇന്നാണ്. ഇൻ ദി ഹോസ്പിറ്റൽ എന്ന് പറയുന്ന അവിടുത്തെ ഇന്നാണ് എട്ടാമത്തെ വാക്യത്തിലെ പ്രിപ്പോസിഷൻ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, നെക്സ്റ്റ് 9th. We were too tired to go to the market. We were too tired to go to the market. ഇവിടെയും നമുക്ക് 2 വരുന്നുണ്ട്. അപ്പോൾ 2 പ്രിപ്പോഷൻ ആവൂലേ സാറേ എന്നൊരു സംശയം നിങ്ങളെ മനസ്സിലൊക്കെ ഉണ്ടാവാം. ഓക്കെ, അവിടെയും ഈ ഒരു പ്രോബ്ലം വല്ലാതെ ഉണ്ട്. കാരണം ഇംഗ്ലീഷിൽ ടു എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ടു എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. സാധാരണ നെഗറ്റീവ് ആശയങ്ങൾ വരുന്ന വാക്യങ്ങളിലാണ് പലപ്പോഴും ഈ ടു പ്രയോഗങ്ങൾ നമ്മൾ കൊടുക്കാറുള്ളത്. ഓക്കെ, ഇന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത വണ്ണം ചൂടായിരുന്നു. ഇന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത വണ്ണം ചൂടായിരുന്നു പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് നെഗറ്റീവാണല്ലോ, അതിൽ നോട്ട് ചേർക്കണ്ടേ എന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ പറയുന്നു ആ വാക്യത്തിൽ നോട്ട് ചേർക്കേണ്ടതില്ല. പകരം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആ വാക്യം നമ്മൾ ടു പ്രയോഗം കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ പറയാം. ഇറ്റ് ഈസ് ടു ഹോട്ട് ടു ഗോ ഔട്ട്സൈഡ് ടുഡേ. ഇറ്റ് ഈസ് ടു ഹോട്ട് ടു ഗോ ഔട്ട്സൈഡ് ടുഡേ. ഇന്ന് പുറത്ത് പോകാൻ കഴിയാത്ത വണ്ണം ചൂടായിരുന്നു. ഇറ്റ് ഈസ് ടു, കണ്ട TOO വരുന്ന ടു ആണ് ഫസ്റ്റ്. ഇറ്റ് ഈസ് ടു ഹോട്ട് ടു ഗോ ഔട്ട്സൈഡ് ടുഡേ. ഇറ്റ് ഈസ് ടു ഹോട്ട് ടു ഗോ ഔട്ട്സൈഡ് ടുഡേ. ഇന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത വണ്ണം ചൂടായിരുന്നു. മനസ്സിലായില്ല? അപ്പം ഇത്തരം പ്രയോഗങ്ങൾ കൂടി ഞാൻ ഈ പറയുമ്പോൾ ഈ വാക്കൊക്കെ ഒന്ന് എഴുതി വെക്കുന്നത് നിങ്ങളുടെ പിന്നെ അഡ്വാൻസ്ഡ് സ്റ്റഡീസിനെ ഒരുപാട് സഹായിക്കും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഇത്തരം പോയിന്റ്സും കൂടി കുറിച്ച് വെച്ചുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുകയാണ്, ക്ലാസ് എടുക്കേണ്ട സമയത്ത് നിങ്ങൾ ലെക്ചർ നോട്ടുകൾ എഴുതി വെക്കണം. കാരണം ഞാനൊരു പിന്നെ എൻ്റെ ക്ലാസ്സിനെ കുറിച്ചൊരു വലിയൊരു അഭിപ്രായം പറയില്ല. കാരണം ഒരുപാട് റെഫറൻസുകളൊക്കെ മുമ്പ് ചെയ്ത്
ക്ലാസ് എടുക്കുന്ന മുമ്പൊക്കെ റെഫറൻസുകൾ മുമ്പ് കുറേ ചെയ്തിരുന്നു. ഇപ്പോൾ അതില്ലാന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവുന്നില്ല. കാരണം അങ്ങനെ കഴിഞ്ഞൊരു 10-18 കൊല്ലമായിട്ട് റെഫറൻസ് ചെയ്ത് അപ്പോൾ പഠിപ്പിക്കാൻ പോകുന്ന ഭാഗങ്ങൾ പഠിപ്പിക്കുമ്പോൾ തന്നെ ആ മുമ്പെടുത്ത റെഫറൻസ് പോയിൻ്റൊക്കെ നമ്മുടെ മനസ്സിൽ വരും. അതുകൊണ്ട് ആ റെഫറൻസിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഒരു ലെക്ചർ നോട്ട് എഴുതി വെക്കുന്നതും അത് നിങ്ങൾ നല്ലൊരു നോട്ടാക്കി മാറ്റി നിങ്ങളെ ഭാവികാല ടീച്ചർ ഉദ്യോഗ സമയത്ത് അത് നോക്കുന്നതും വളരെ നന്നായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായല്ലോ അല്ലേ? യെസ്. നെക്സ്റ്റ് അവസാനത്തെ വാക്കും കൂടി പറയാം നമുക്ക്. 10ാമത്തെ ക്വസ്റ്റ്യൻ. 40 paramilitary personnel were killed in the bombing. 40 paramilitary personnel were killed in the bombing. 40ഓളം വരുന്ന പാരാമിലിറ്ററി പേഴ്സണൽസ് അഥവാ പട്ടാളക്കാർ ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടു. were killed in the bombing. അവിടെ നമുക്കറിയാം, എല്ലാവർക്കും കിട്ടും അവിടെ പ്രിപ്പോസിഷൻ ഇന്ന് എന്നുള്ളത് തന്നെയാണ്. കൺഫ്യൂഷൻ വരാനുള്ള ഒരു ഭാഗം അവിടെ ഇല്ല. അതുകൊണ്ട് ഇന്നാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി സംഭവങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും, ക്ലിയർ ആവണം കേട്ടോ. ഇനി നെക്സ്റ്റ് ഉള്ള വർക്കുകൾ ചില ബുക്കിൽ ഉണ്ടാവില്ല. കാരണം യൂണിവേഴ്സിറ്റി ആ ഭാഗം ചെയ്യാനായിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഭാഗം പഴയ പ്രിൻ്റുകളിലൊക്കെ ഉണ്ടാവുള്ളൂ, പുതിയ പ്രിൻ്റുകളിൽ ഉണ്ടാവണം എന്നില്ല കേട്ടോ. ഓക്കെ, കാരണം നമ്മൾ ആദ്യം നമ്മൾ പ്രിൻ്റ് ഏകദേശം ഒരു വലിയൊരു 500 അല്ലെങ്കിൽ 500ന് മുകളിൽ കോപ്പി അടിച്ചിട്ടാണ് നമുക്ക് യൂണിവേഴ്സിറ്റി അപ്രൂവൽ കിട്ടിയത്. പിന്നീട് അപ്രൂവൽ കിട്ടിയ ശേഷം പ്രിൻ്റ് ചെയ്തപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ചുള്ള കുറേ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ കൂടുതലും ഹോംവർക്കുകളാണ് ഒഴിവാക്കിയിട്ടുള്ളത്. ഈ ടീച്ചേഴ്സിനെ കൊണ്ട് കൂടുതൽ ഹോംവർക്ക് ചെയ്യിപ്പിക്കേണ്ട എന്ന ഒരു അഭിപ്രായമാണ് യൂണിവേഴ്സിറ്റിക്കുള്ളത് കേട്ടോ. കാരണം ടീച്ചിങ് ട്രെയിനിങ് കോഴ്സ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സാണ്. പൊതുവിൽ അത്തരം കോഴ്സുകൾ ചെയ്യുന്ന ഹൗസ് വൈഫ്സ് അവർ മുതിർന്നവരായതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് ഒരുപാട് കുട്ടികളെ കൊണ്ട് ചെയ്യുന്ന പോലെ ഒരുപാട് ഹോംവർക്ക് ചെയ്യിപ്പിക്കേണ്ട അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്കുള്ള പ്രൊജക്റ്റ് അസൈൻമെൻറ്റ്, അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, പ്രൊജക്റ്റ് വരുന്നുണ്ട്, അസൈൻമെൻറ്റ് വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് വർക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതില്ല എന്നാണ് യൂണിവേഴ്സിറ്റിയുടെ അഭിപ്രായം. കാരണം അതിൻ്റെ ഇൻ്റേണൽ മാർക്ക് യൂണിവേഴ്സിറ്റി ഓരോരുത്തരുടെയും ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഓൺലൈൻ എക്സാമിൻ്റെ മാർക്കിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. മനസ്സിലായില്ലേ? ഓക്കെ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നെ ഈ മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ എക്സാം കഴിഞ്ഞ് മാർക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ കേട്ടോ. കാരണം ഈ അസൈൻമെൻറ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഭാരിച്ച പണിയാണ്. കാരണം ഏതെങ്കിലും ഒരു ടോപ്പിക് അവർ തരും, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പിന്നെ +1നും +2നും തയ്യാറാക്കിയ പോലെ 10ഉം 15ഉം പേപ്പർ A4 ഷീറ്റിൽ വരച്ചുണ്ടാക്കി നമ്മൾ എഴുതി ഉണ്ടാക്കണം. അപ്പോൾ അത് ഈ ടീച്ചർ ട്രെയിനികൾക്ക് അത്തരം വർക്കുകൾ കൊടുക്കേണ്ടതില്ല. അതിന് പകരം ഇനി പുതിയ ട്രാക്കിൽ പുതിയ വർക്കുകൾ വരുന്നുണ്ട് അത്രേ. അതിപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇനി വരുന്ന ബാച്ചിലൊക്കെ ഉണ്ടാവും അത് ഓൺലൈനായിട്ട് ചെയ്യേണ്ട വർക്കുകൾ. ഇനി അങ്ങനെയുള്ള ചില വർക്കുകൾ നിങ്ങളെ കൊണ്ട് നമ്മുടെ മിന്നത്ത് മാം ചെയ്യിപ്പിക്കുന്നുണ്ടാവും. ഈ പവർ പോയിൻ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ പവർ പോയിൻറ്റും എക്സലും വേർഡൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില വർക്കുകൾ മിന്നത്ത് മാം ചെയ്യിപ്പിക്കുന്നുണ്ട്. ഏറെക്കുറെ അതേ ഒരു ട്രാക്കിലുള്ള വർക്കുകളാണ് ഭാവിയിൽ വരാനൊക്കെ പോകുന്നുണ്ടെന്ന് ഞാനങ്ങനെ ജസ്റ്റ് കേട്ടു. ഡീറ്റെയിൽസ് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് വരില്ല അത്. കാരണം ഇനി വരുന്ന ബാച്ചിലൊക്കെ അത് വരുള്ളൂ. അതുതന്നെ ഒന്നും ഔട്ടായിട്ടില്ല, അഥവാ പറഞ്ഞിട്ടില്ല. എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രഖ്യാപനം വരുള്ളൂ കേട്ടോ. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം ഭാരിച്ച വർക്കുകൾ ചെയ്യേണ്ടതില്ല. മനസ്സിലായില്ലേ കേട്ടോ? ഓക്കെ. അപ്പം നമ്മൾ ഈ സ്റ്റാഫിനെ കൊണ്ട് ഒരുപാട് എഴുതിപ്പിക്കുക, അല്ലെങ്കിൽ ടീച്ചർ ട്രെയിനിങ്ങളായിട്ട് വരുന്ന വീട്ടമ്മമാരെ കൊണ്ട് ഒരുപാട് എഴുതിപ്പിക്കുക എന്ന ഈ അറുപഴഞ്ചൻ രീതിയൊക്കെ ഇപ്പോൾ ഒഴിവാക്കിയിട്ട് പകരം കുറച്ചും കൂടി മോഡേണായ, കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ചില ഫീൽഡുകളാണ് യൂണിവേഴ്സിറ്റി പ്ലാൻ ചെയ്യുന്നത്. നല്ലതാണ്, എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നല്ലതാണ്. നമ്മുടെ വീട്ടമ്മമാർക്ക് ലാപ്പൊക്കെ ഹസ്ബൻഡിനെ കൊണ്ട് ലാപ്പ് വാങ്ങിപ്പിക്കാനും
നിങ്ങൾക്കില്ല കേട്ടോ, നിങ്ങൾ ഫീലിംഗ് ആവണം ആളെ തന്നെ പഠിച്ചോനെ ലാപ്പ് വാങ്ങേണ്ടി വരുമോ എന്ന് പറഞ്ഞുകൊണ്ട് ടെൻഷൻ ആവാണ്ട് നിങ്ങളെ ബാച്ചിനെ ബാധിക്കൂല. ഇനി വരും ബാച്ചുകൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ബാച്ചിനെയും ബാധിക്കുന്നില്ല. ഇനിയുള്ള ബാച്ചുകൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് സംശയം. അപ്പോൾ ഈ ലാപ്പൊക്കെ യൂസ് ചെയ്ത് കണ്ട് അതിൽ പവർ പോയിന്റിലൊക്കെ നല്ല അടിപൊളി പ്രസൻറ്റേഷനൊക്കെ ചെയ്യാൻ കഴിയുകയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗൾഫിലൊക്കെ നിങ്ങൾ മോണ്ടിസോറി ടീച്ചർ ട്രെയിനി കോഴ്സ് കഴിഞ്ഞ ശേഷം വർക്ക് ചെയ്യുമ്പോൾ അവിടെ സ്കൂളിലൊക്കെ വലിയ LED സ്ക്രീനൊക്കെ ഉണ്ടാവും. TV ആയിട്ടോ അല്ലെങ്കിൽ പ്രൊജക്ടർ ആയിട്ടോ വലിയ LED സ്ക്രീൻ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് പവർ പോയിന്റ് പ്രസൻറ്റേഷനൊക്കെ ചെയ്തിട്ട് കുട്ടികൾക്ക് ഈ ഓരോന്നും നമ്മൾ ആക്ഷൻ സോങ്സ് ഒക്കെ അവതരിപ്പിക്കുന്ന പോലെ തന്നെ അവിടെയും നമ്മൾ ചെയ്യേണ്ടി വരുന്നുള്ളതാണ്. എന്തായാലും കാലം മാറുമ്പോൾ പുതിയ പുതിയ അപ്ഡേഷൻസ് വരും അല്ലേ. നമ്മൾ പഴയ പോലെ ഇല്ലല്ലോ ഇപ്പോൾ, ആണോ? ഒരുപാട് അപ്ഡേഷൻ നമ്മുടെ ഓരോ വർഷം തോറും നമ്മുടെ ലൈഫിൽ വരെ, അത് ഈവൻ നമ്മുടെ ലൈഫിൽ വരെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ അപ്ഡേഷൻ വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അത് നല്ലൊരു ട്രെൻഡാണ് കേട്ടോ. യെസ്, അപ്പം നമുക്ക് ഈ വർക്കുകൾ ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത വർക്കുകൾ അടുത്ത ലെസണിലാണ്. കൺജങ്ഷൻ എന്ന ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. സ്റ്റാർട്ട് ചെയ്തില്ലേ ജസ്റ്റ് ആ ലെസൺ അല്ലേ? സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഓക്കെ. സബോർഡിനേറ്റ് കൺജങ്ഷനിൽ ഏത് വരെ പറഞ്ഞു എന്നറിയോ? ഏത് വേർഡ് വരെ? അറിയോ? ഓക്കെ. ഞാൻ എന്തായാലും സബോർഡിനേറ്റിംഗ് കൺജങ്ഷനിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ളത് ഒന്നും കൂടി പറയാം. അത് കഴിഞ്ഞ ശേഷം കോർഡിനേറ്റിംഗ് കൺജങ്ഷനും കോറിലേറ്റീവ് കൺജങ്ഷനും ഒന്നും കൂടി പറയേണ്ടി വരും കേട്ടോ, പറഞ്ഞു തരുന്നുണ്ട്. ഓൾറെഡി നമുക്ക് അത്യാവശ്യം നമ്മൾ 60% മുകളിൽ പോർഷൻസ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, സമയമുണ്ട്. അപ്പോൾ നോർമലി എക്സാമിനെ കുറിച്ച് സാറോ അല്ലെങ്കിൽ മിസ്മാരോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? നിങ്ങളുടെ പബ്ലിക് എക്സാം എന്നാണ്, ഏറെക്കുറെ ടൈമിനാണ് വരിക എന്നുള്ളത്? എങ്ങനെ? ഏകദേശം ഒരു ഏപ്രിൽ എന്നുള്ള ഒരു പരിധി നമുക്ക് കാണാം. ഏപ്രിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ലെസൺസ് അത്യാവശ്യം നല്ല ഇതിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മന്തിലായിട്ടായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. പിന്നെ അപ്പോൾ പഠനം ഒന്നും മോശം വരുത്തണ്ട. ഇപ്പോൾ നോമ്പൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പകൽ സമയങ്ങളിൽ ഒരുപാട് ഫ്രീ ടൈം കിട്ടും. പിന്നെ അതുപോലെ തന്നെ നോമ്പ് അനുഷ്ഠിക്കാത്തവർക്കും മറ്റു മതങ്ങളിലെ സഹോദരിമാർക്കും നല്ല ഫ്രീ ടൈം ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം മാർച്ചോട് കൂടി നമ്മുടെ കുട്ടികളുടെ അധ്യയന വർഷമൊക്കെ അവസാനിക്കുകയാണല്ലോ അല്ലേ. പിന്നെ കുട്ടികളെ മേൽ മല്ല് കിട്ടേണ്ട ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വേണ്ടി സമയം നീക്കി വെക്കാൻ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ എല്ലാവരും പ്രഥമ പരിഗണന അതിന് കൊടുക്കുക. അന്നിപ്പോൾ ക്ലാസ്സിൽ നല്ല പങ്കാളിത്തമുണ്ട്. അത്യാവശ്യം 30 മുകളിൽ 40ഓളം ആളുകൾ ഇന്ന് ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള അതിന് തോന്നുന്നത് കേട്ടോ. നന്നായിട്ട് കാര്യങ്ങൾ നോക്കുക. എന്തായാലും ഞാൻ സബോർഡിനേറ്റ് കൺജങ്ഷൻ അവർക്ക് പറയാം. പിന്നെ ശ്രദ്ധിക്കുക, പയ്യെ അത് ക്രമേണ സമയമെടുത്ത് പഠിക്കേണ്ട ഒരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. അറിയാലോ, ക്ലാസ് നമ്മൾ കേൾക്കുന്ന ഓൺലൈൻ ക്ലാസ് പോലും നമ്മുടെ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനത്തെ ഒരുപാട് പിന്നെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഫാക്ടറാണ്. മനസ്സിലായില്ല? അപ്പോൾ കട്ടായിക്കണോ? കട്ട് ആയ പറയട്ടോ. അത് കോള് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ ക്ലാസ് ഒന്ന് സ്റ്റക്കാവും, പിന്നെ റെഡി ആവേണ്ടതാണ്. ഓക്കെ അല്ലേ? പിന്നെ എല്ലാവർക്കും യെസ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഓരോ വേർഡുകൾ, ഈ വേർഡ് ഞാൻ എക്സാമ്പിൾ പറയുന്നുണ്ട്, അതിൻ്റെ കൂടെ ആ എക്സാമ്പിൾ നിങ്ങൾ എഴുതിയെടുക്കുക. കഴിയുമെങ്കിൽ അർത്ഥം കൂടി അറിയുന്നില്ലെങ്കിൽ അർത്ഥം കൂടി എഴുതിയെടുത്തോളൂ. ഞാൻ അർത്ഥം പറയുന്നുണ്ടല്ലോ കേട്ടോ. പിന്നെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളും ഓരോ എക്സാമ്പിൾ എഴുതി വെക്കുന്നത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും, ഒരുപാട് സഹായിക്കും. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. നമുക്ക് ആദ്യം ആഫ്റ്റർ എന്ന വേർഡ് നോക്കാം. ആഫ്റ്റർ, ശേഷം എന്ന് വരുന്ന ഒരു വാക്കാണിത്. ആഫ്റ്റർ. ഐ വിൽ കം ആഫ്റ്റർ യു കോൾ മീ. ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്.
എല്ലാവരും ഒന്ന് പോസ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, നോക്കിക്കോളൂ. നിങ്ങൾ ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഐ വിൽ കം ആഫ്റ്റർ യു കോൾ മീ. ആഫ്റ്റർ യു കോൾ മീ. നിങ്ങൾ എന്നെ വിളിച്ചതിന് ശേഷം ഞാൻ വരാം. നിങ്ങൾ എന്നെ വിളിച്ചതിന് ശേഷം ഞാൻ വരും. നിങ്ങൾ എന്നെ വിളിച്ചതിന് ശേഷം ഞാൻ വരും എന്നാണ് ഐ വിൽ കം ആഫ്റ്റർ യു കോൾ മീ എന്ന വാക്യത്തിൻ്റെ അർത്ഥം. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത പ്രയോഗം. അപ്പോൾ അതൊന്ന് ക്ലാസ് ഞാൻ പറയുമ്പോൾ തന്നെ ഒന്ന് എഴുതി വെക്കുന്നത് വളരെ നന്നായിരിക്കും. ലെക്ചർ നോട്ട് എഴുതാനുള്ള പേപ്പറും ഒരു പേനയോ അല്ലെങ്കിൽ പെൻസിലോ ഒന്ന് കയ്യിൽ വെച്ചോളൂ. എന്നാൽ പിന്നെ അതൊന്ന് ഓരോന്നും കുറിച്ച് വെക്കുന്നത് നന്നായിരിക്കും. ജസ്റ്റ് ഒന്ന് കുറിച്ച് വെച്ചാൽ മതി. പിന്നെ നിങ്ങളുടെ മെയിൻ നോട്ടിലേക്ക് മാറ്റി എഴുതിയാൽ മതി കേട്ടോ. അപ്പം അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി പിന്നെ അത് ക്ലാസ് കഴിഞ്ഞ ശേഷം ഒന്ന് മാറ്റി എഴുതുമ്പോൾ ഒന്നും നന്നായി പഠിഞ്ഞോളൂ. ക്ലാസ് ഓർക്കാനുള്ളതാണ്. ഇപ്പോൾ മെയിൻ നോട്ടിൽ ഇപ്പോൾ എഴുതണ്ട, പകരം പേപ്പർ സ്ലിപ്പ് എടുത്തുകാണ്ട് മടക്കിക്കാണ്ട് 4 മടക്കിക്കാണ്ട് അത് ലെക്ചർ നോട്ടിനുള്ള പിന്നെ പേപ്പർ സ്ലിപ്പായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ അതിലേക്ക് ഞാൻ പറയുന്ന പോയിന്റ്സ് എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, നമ്മളെല്ലാവരും പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ആണല്ലോ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അറിയാത്തന്നെ എങ്ങനെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, ഓൾദോ എന്ന് അർത്ഥം. ഓൾദോ എന്ന് പറഞ്ഞാൽ എങ്കിലും, എന്നിരുന്നാലും, എങ്കിലും അല്ലെങ്കിൽ എന്നിരുന്നാലും. നോക്കൂ, ഇവിടെ ഇടയ്ക്കൊരു കാര്യം, ഒരു ചെറിയ കമൻറ്റ് വന്നു. ക്ലാസ് തുടങ്ങിയിട്ട് 6 മാസമല്ലേ ആയിട്ടുള്ളൂ സാറേ, ഇപ്പോൾ തന്നെ ഒരു എക്സാം, ഇപ്പം തന്നെ പബ്ലിക് എക്സാം, നമ്മൾ ക്ലാസ്സിൻ്റെ കാലാവധി 1 വർഷമല്ലേ എന്നൊരു കമൻറ്റ് വന്നു. അപ്പോൾ അതിന് നല്ലൊരു വാല്യുബിൾ കമൻ്റാണത്. കാരണം നമ്മൾ റീപ്ലൈ നൽകേണ്ട ഒരു കമൻ്റാണത്. അപ്പോൾ കമൻറ്റ് നൽകിയ ആൾക്ക് താങ്ക്സ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതൊരു ജനറലായിട്ട് പറയേണ്ട വിഷയമായതുകൊണ്ട് ഞാൻ പൊതുവായി പറയുകയാണ്. എല്ലാവരും നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് നോർമലി നമ്മുടെ കോഴ്സിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 10 മന്താണ്. 10 മന്ത്. ഇപ്പോൾ 10 മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ എടുത്ത് പിന്നെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എക്സാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുമ്പോഴേക്കും ഒരു 10 മന്ത് ടു 12 മന്ത്, അതായത് 10 മാസം മുതൽ 12 മാസം വരെ. ഈ ഒരു കൊല്ലം ആകുമ്പോഴേക്കും, അത് 1 വർഷം ആകുമ്പോഴേക്കും സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടണം എന്നുള്ളതാണ് ഈ കോഴ്സ് കൊണ്ട് പിന്നെ വിഭാവനം ചെയ്യുന്നത്. ഓക്കെ, ചില സമയങ്ങളിൽ മിക്കവാറും യൂണിവേഴ്സിറ്റി ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ മുൻകൂട്ടി അവർ എക്സാം ഡേറ്റൊക്കെ മുൻകൂട്ടി പറയുകയും പിന്നെ ഏകദേശം ഒരു 70% 80% പോർഷൻ ആകുമ്പോൾ തന്നെ അവർ ചില കേസിലിട്ടോ ഫുള്ള് പോർഷൻ കഴിഞ്ഞിട്ട് എക്സാം ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ നിങ്ങൾ ഈ ടീച്ചർ ട്രെയിനികളായതുകൊണ്ടേ, ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ മെയ് ജൂൺ മാസങ്ങളാണ് പൊതുവിൽ ഈ ടീച്ചേഴ്സിന് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന മാസങ്ങൾ.
അപ്പോൾ അപ്പോഴേക്കും ഈ ടീച്ചേഴ്സിന് സർട്ടിഫിക്കറ്റൊക്കെ നൽകി അവരെ ടീച്ചറായി സ്കൂളിൽ എൻറോൾ ആവാൻ വേണ്ടി തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് മുൻകൂട്ടി എക്സാം നടത്താനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ നമുക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം യൂണിവേഴ്സിറ്റി കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്. അവർക്ക് ഒരു സമയകാര്യങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അതിന് ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, എക്സാമൊക്കെ നടത്തുള്ളൂ. ചില കേസിൽ അവർക്ക് ഈ ബോണഫൈഡ് പ്രോഗ്രാമുകൾ കണ്ടമാനം വരുമ്പോൾ എക്സാം കുറച്ച് വൈകാറുണ്ട്. അത് നമുക്കൊന്നും ചോദ്യം ചെയ്യാൻ കഴിയില്ല. കാരണം ഗവൺമെൻറ്റുകളെ ചോദ്യം ചെയ്യാനുള്ള അധികാരം അത് സ്റ്റേറ്റ് ആണെങ്കിലും സെൻട്രൽ ആണെങ്കിലും നമുക്കില്ല. അറിയാലോ കേട്ടോ. ഗവൺമെൻറ് ഭാഗമാണ് യൂണിവേഴ്സിറ്റികൾ. ഓക്കെ. അപ്പോൾ നോർമലി ഏപ്രിലാണ് പറഞ്ഞിരിക്കുന്നത്. ഏപ്രിൽ ലാസ്റ്റോ മെയ്യിലൊക്കെ ആയിട്ട് എക്സാം ഉണ്ടാവും. അപ്പോഴേക്കും നമ്മളൊരു 70% പോർഷൻസ് തീർന്നിരിക്കും. എന്തായാലും അത് നിങ്ങളെ എക്സാമിന് ഒരിക്കലും ഒരു നെഗറ്റീവ് മാർക്ക് വരില്ല. കാരണം വെച്ചാൽ എക്സാമിൻ്റെ ഒരു 3 ആഴ്ച മുമ്പായിട്ട് നമ്മൾ ഈ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യാവലി. ആ ചോദ്യാവലി എന്ന് പറയുമ്പോൾ എക്സാമിനിപ്പോൾ എല്ലാ വിഷയവും കൂടിയിട്ട് ആകെ ഒരു 300 ക്വസ്റ്റ്യൻസ് മാത്രമേ എല്ലാ വിഷയങ്ങളും കൂടി ചോദിക്കുകയുള്ളൂ. എങ്കിലും ഓരോ വിഷയത്തിനും എക്സാം വേറെ വേറെ കേട്ടോ ചോദിക്കുകയുള്ളെങ്കിൽ പോലും നമുക്ക് തരുന്ന ഈ PDF 1500ൻ്റെ മുകളിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 5 വിഷയങ്ങളും കൂടിയിട്ട്. ആ PDF ഓരോ അധ്യാപകരും ഓരോ വിഷയം എന്ത് ചെയ്യും, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ഇംഗ്ലീഷിൻ്റെ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇംഗ്ലീഷിൻ്റെ ഓൾറെഡി അതൊക്കെ യൂട്യൂബ് വീഡിയോ തയ്യാറായിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇനി യൂണിവേഴ്സിറ്റി ഡേറ്റ് പറയാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്കാണ് തരും. ഒക്കെ റെഡി ആയിരിക്കുകയാണ്. PDF വരെ റെഡി ആയിരിക്കുകയാണ്. മനസ്സിലായില്ലേ കേട്ടോ. യൂണിവേഴ്സിറ്റി അറിയിക്കാതെ നമുക്കത് തരാൻ പാടില്ല. നമ്മൾ അവരെ അനുസരിക്കേണ്ട എല്ലാ കാര്യങ്ങൾ കൊണ്ടും കേട്ടോ. മറ്റു വിഷയങ്ങളൊക്കെ റെഡിയാണ്. സ്റ്റാഫ് ക്ലാസ് എടുത്ത് പറഞ്ഞു തരും. അപ്പം നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനെയർ ഫുള്ള് പഠിച്ചുകാണ്ട് എക്സാം എഴുതുമ്പോൾ എക്സാമിന് നമ്മൾ എത്ര പോർഷൻസ് ടെക്സ്റ്റ് ബുക്കിലെ പോർഷൻ കഴിഞ്ഞു എന്നുള്ളതൊരു പ്രോബ്ലം വരില്ല. പകരം എക്സാമിന് നമുക്ക് 100 മാർക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയോ ഇല്ലയോ എന്ന് ഉള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആർക്കും ഒരു പേടി വേണ്ട. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എക്സാം ആകുമ്പോഴേക്കും 80% എക്സാം ആണെന്ന് എഴുതിക്കാണ്ട് പോർഷൻ അടിച്ച് മിന്നി വിടുന്നില്ല. കാരണം ഇത് ടീച്ചർ ട്രെയിനിങ് കോഴ്സാണ്. എക്സാം ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ യാത്രയിലുള്ള ചെറിയൊരു ഗേറ്റ് മാത്രമാണ്. ആ ഗേറ്റാണ്ട് കടന്ന ശേഷമാണ് മെയിൻ പരീക്ഷകൾ നമ്മളെ സ്കൂളിലുള്ള ടീച്ചിങ് ഇത് വരുന്നത്. അതിന് തക്കതായ രീതിയിലാണ് നമ്മൾ ബുക്കും തയ്യാറാക്കിക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 80% പോർഷൻ കഴിയാനാകുമ്പോൾ എക്സാം എടുക്കുകയാണെങ്കിൽ ബാക്കി 20% പോർഷൻ എക്സാം കഴിഞ്ഞ ശേഷം കൊടുക്കുക. അതിലൊന്നും നമുക്ക് പ്രശ്നങ്ങളോ പ്രോബ്ലംസോ ഒന്നുമില്ല. മനസ്സിലായില്ലേ കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, അതിന് മുമ്പ് തന്നെ പോർഷൻ തീരും. അഥവാ തീരാത്ത അവസ്ഥ വരുമ്പോൾ ഓടിച്ചു വിടുന്ന സ്വഭാവമൊന്നും ഇവിടെ ഉണ്ടാവില്ല. നിങ്ങൾ ഫുൾ നിങ്ങൾക്ക് മാർക്ക് വാങ്ങാനുള്ളത് നമ്മൾ പറഞ്ഞു തരും. പക്ഷെ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ മാർക്ക് ഉണ്ടാവുള്ളൂ, അല്ലാതെ മാർക്ക് ഉണ്ടാവില്ല. ഓക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും ആ രീതിയിൽ ഈ എക്സാമിനെ കാത്തിരിക്കുക. ഇതിൻ്റെ ഇപ്പോൾ 6 മാസം അല്ലെങ്കിൽ 7 മാസമൊക്കെ ആകുമ്പോഴേക്കും സാറേ എക്സാം നടക്കുകയെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എന്ന് മനസ്സിലൊരു തോന്നലുള്ള എൻ്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യം നിങ്ങളെ ജൂണിൽ അധ്യാപികമാരാക്കി എൻറോൾ ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജൂണിൽ നിങ്ങൾ അധ്യാപികമാരാക്കണമെങ്കിൽ മെയ്യിൽ നിങ്ങളെ ഇൻ്റർവ്യൂവിന് പറഞ്ഞേക്കണം. ഓക്കെ. അപ്പോൾ അതിന് വേണ്ട ചില കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി ചെയ്തു എന്ന് വരും. പിന്നെ പൊതുവിൽ നമുക്കറിയാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഒരു എക്സാം കഴിഞ്ഞാൽ 2 മാസം 3 മാസമോ കഴിഞ്ഞിട്ടാണ് കോൺവൊക്കേഷൻസും സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടുകയുള്ളൂ നമുക്ക്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ 1 വർഷം വരെ സമയം എടുക്കാറുണ്ട് നമുക്ക്. പക്ഷേ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴൊന്നും ആ പ്രശ്നം വരുന്നില്ല. നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് SCERT കൗൺസിൽ തരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കോഴ്സിൻ്റെ ഈ കാര്യം ചെയ്യുന്നത് SCERT കൗൺസിലാണ്. അപ്പോൾ SCERT കൗൺസിൽ മറ്റു സഹോദര സ്ഥാപനങ്ങളും കൂടിയിട്ട് നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് തരുന്നതുകൊണ്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സ്കൂൾ എൻറോൾ ചെയ്യാൻ കഴിയും. പിന്നെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ UGC അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റാണ്. അത് തള്ളിക്കളയാനോ അതിൻ്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാനോ ഇന്ത്യയിലെ ഒരു പ്രൈവറ്റ് ബോഡിക്കും ഒരു പ്രൈവറ്റ് സ്കൂളിനും ഒരു ഗവൺമെൻറ് സ്കൂളിനും പറ്റൂല. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലായ?
ഇപ്പോൾ കേരള വിദ്യാഭ്യാസ മന്ത്രി നിങ്ങളെ നാട്ടിൽ ഗവൺമെൻറ് സ്കൂളിലേക്ക് വരികയാണ്. വരുമ്പോൾ നിങ്ങളുണ്ട് വരാൻ പാടില്ല, ഇത് നിങ്ങളെ സ്ഥലമല്ല, ഇത് ഞങ്ങളെ സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്കൂളിലെ HMന് ഈ കേരള വിദ്യാഭ്യാസ മന്ത്രിയെ തടഞ്ഞു നിർത്താൻ പറ്റുമോ? നിങ്ങളൊന്ന് പറഞ്ഞേരി. അതേമാതിരിക്കാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ കീഴിൽ വരുന്ന ഈ യൂണിവേഴ്സിറ്റികളോ മറ്റു കൗൺസിലുകളോ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ പ്രാധാന്യം അതറിയാലോ കേട്ടോ. ഓക്കെ, അപ്പോൾ അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ സംശയങ്ങൾ വരാം, കാരണം ഇങ്ങനെ സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ അതിൻ്റെ പിന്നെ ക്രെഡിബിലിറ്റി എന്താണെന്നുള്ളത്. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. അപ്പം നോർമലി നിങ്ങൾക്ക് നൽകപ്പെടുന്ന സർട്ടിഫിക്കറ്റിൽ ഒരു QR സ്കാനറിൻ്റെ ഒരു ബാർകോഡ് ഉണ്ടായിരിക്കും. അത് യൂണിവേഴ്സിറ്റി എല്ലാ ഇന്ത്യയിലെ UGC അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റികൾ എല്ലാ കോഴ്സിന് സർട്ടിഫിക്കറ്റിന് ആ ബാർകോഡ് നൽകുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ തോന്നുന്നു ആൻഡ്രോയിഡ് ഫോണുകളിൽ ഓപ്ഷൻ ഉണ്ടോയെന്ന് അറിയില്ല. ഐഫോണിൽ എന്തായാലും ഓപ്ഷൻ ഉണ്ട്. ഐഫോണിൻ്റെ സ്കാനർ ഉപയോഗിച്ച് കണ്ട് നമ്മൾ അങ്ങോട്ട് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി സൈറ്റിലേക്കാണ് പോവുക. അത് അവിടെ എക്സാം കൺട്രോളർ എന്നുള്ള ആ ഒരു ബ്ലോഗിലേക്ക് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളെ രജിസ്റ്റർ നമ്പർ വരെ കാണാൻ കഴിയും. അപ്പം നമ്മുടെ ക്രെഡിബിലിറ്റി നമുക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെ കൊടുന്നുകാണ് ഇൻ്റർവ്യൂവിൽ നിങ്ങളെ സൈഡിൽ ഇരുത്താനൊന്നും നമുക്ക് പറ്റില്ല കേട്ടോ. ഇത് കളവാണ്, ഇത് തെറ്റാണ്, ഇത് ശരിയല്ല എന്ന് ഏതെങ്കിലും സ്ഥാപനം പറയുകയാണെങ്കിൽ ഞങ്ങളൊന്നും പറയാൻ പോകണില്ല. നിങ്ങൾ ആ കാര്യം ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ സ്ഥാപനത്തിൻ്റെ പേരും കാര്യവും യൂണിവേഴ്സിറ്റിക്കാർഡ് കൊടുക്കും. പിന്നെ അവർ തമ്മിലായിക്കോളും. പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ബോഡിയോട് കളിച്ചാലുള്ള കാര്യം നമുക്കറിയാലോ അല്ലേ? ശരിക്കും അറിയില്ലേ? ആ നിങ്ങളെ ഹസ്ബൻഡിനോട് ചോദിച്ചാൽ മതി. KSRTC ബസ് വന്നുകാണ്ട് നിങ്ങളെ ഹസ്ബൻഡ് ഓടിക്കുന്ന കാറിന് ഇടിച്ചാലും ഇനി ഹസ്ബൻഡ് ഓടിക്കുന്ന കാറ് KSRTC ബസ്സിന് പോയിട്ട് തട്ടിയാലും കേസ് എങ്ങനെ വരില്ല എന്നുള്ളത് ഒരു പക്ഷെ മൂപ്പര് കൃത്യമായിട്ട് മനസ്സിലാവും. അതൊക്കെ ഗവൺമെൻറ് ബോഡികൾ കളിച്ചാൽ കളി പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ അവന്മാർ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ക്രെഡിബിലിറ്റി ഒരു പ്രോബ്ലമായിട്ട് വരുന്നില്ല. മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു 1.5 വർഷം 2 വർഷം മുമ്പാണ് ഞാൻ സ്ഥാപനത്തിൻ്റെ പേരോ സ്ഥലമോ പറയുന്നില്ല, നമ്മൾ നൽകുന്ന യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് ഒരു പ്രൈവറ്റ് സ്കൂളിൻ്റെ ഒരു HM ആയിരിക്കുന്ന ഒരു ലേഡി അതിൻ്റെ ക്രെഡിബിലിറ്റി നിഷേധിക്കുകയും ആ സ്ത്രീയോട് അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റുമായി ചെന്ന ആളോട് അല്പം ഒന്ന് മോശമായി സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ആ ലേഡി നമ്മളോട് ആ വിഷയം മുൻകൂട്ടി പറഞ്ഞതുകൊണ്ട് തന്നെ പിന്നെ അവർ സംസാരിക്കുന്നത് അത് മൊബൈലിൽ അവരറിയാതെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. അവരതിൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്തു. നമ്മൾ ആ വോയിസ് റെക്കോർഡ് ഡയറക്റ്റ് എന്ത് ചെയ്തു, അന്ന് ജെയിൻ യൂണിവേഴ്സിറ്റി ആയിരുന്നു ബാംഗ്ലൂർ, നമ്മൾ അവർക്ക് അയച്ചു കൊടുത്തു. അതിൻ്റെ വൈസ് ചാൻസലർക്ക് അയച്ചു കൊടുത്തു. അദ്ദേഹത്തോട് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, റിക്വസ്റ്റും കൊടുത്തു. ഓക്കെ, പിന്നെ ഈ ലേഡി നമ്മുടെ ആബിസ് സാറിനെ വിളിച്ചിട്ട് കരഞ്ഞ് മാപ്പ് പറയുകയും മറ്റൊക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഓക്കെ, അല്ലെങ്കിൽ അവരെ സ്കൂളിൽ പ്രശ്നമാണ്. കാരണം ഗവൺമെൻറ് ബോഡിയായിട്ട് കളിച്ചു കഴിഞ്ഞാൽ വിവരം അറിയും, നന്നായിട്ട് അറിയും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സ്കൂളിൽ പോയി കാണാൻ നമ്മളവിടെ കച്ചറ ഉണ്ടാക്കുകയാണ്. നമ്മൾ കുറച്ച് ലേഡീസ് പോയി കണ്ട് അവിടെ കച്ചറ ഉണ്ടാക്കുക, അവിടുത്തെ ഗ്ലാസും മറ്റുമൊക്കെ അടിച്ചുടച്ചു എന്നൊക്കെ ജസ്റ്റ് വിചാരിച്ചോളൂ. എന്താ ഉണ്ടാവുക? പിറ്റേന്ന് പോലീസ് നമ്മളെ വീട്ടിലേക്ക് കേസുമായിട്ട് വരുമോ ഇല്ലയോ? ഒന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. അതാണ് ഇതിൻ്റെ ക്രെഡിബിലിറ്റി. ഞാനത് പറഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മോശമായ വശം പറഞ്ഞതല്ല. പൊതുവിൽ ഇങ്ങനെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യേണ്ട സ്ഥാപനങ്ങൾ ഇപ്പോഴും ഉണ്ട്. അവർ പ്രൈവറ്റ് സ്ഥാപനങ്ങളായിരിക്കും. ഓക്കെ, വലിയ ബിൽഡിങ് കെട്ടിപ്പൊക്കുമ്പോൾ അതിൻ്റെ ഒരു അഹങ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റി നൽകുന്ന സർട്ടിഫിക്കറ്റുമായി ചെല്ലുന്ന പാവങ്ങളായ നമ്മുടെ ഈ മോണ്ടിസോറി പ്രീ പ്രൈമറി RBTTC ട്രെയിനീസിനെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും അവരെ ഡിമോറലൈസ് ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്ന പ്രവണത ഇപ്പോഴും ചില സ്കൂളുകളിൽ ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല, ഉണ്ട്. ഓക്കെ, അത്ര സ്കൂളിനെതിരെ ആക്ഷൻ എടുക്കാനും മറ്റൊന്നും നമ്മളാളല്ല. പക്ഷേ
നമ്മുടെ ക്രെഡിബിലിറ്റിയെയും നമ്മൾ നൽകുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ക്രെഡിബിലിറ്റിയും ഒക്കെ തന്നെ ബാധിക്കുന്ന രീതിയിൽ അവരുടെ ഭാഗത്ത് സംസാരം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പ്രൂഫ് വേണം. ആ പ്രൂഫ് ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യും? അത് യൂണിവേഴ്സിറ്റിയെ അറിയിക്കും. നമ്മൾ അയ്യോ പാവം നമ്മൾ മാറിക്കും കേട്ടോ. ഞാൻ നിങ്ങളെ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഹാബി സാറോട് പറയണ്ട, ഞാൻ ഹാബി സാറ് ഇതന്നെ പറയുള്ളൂ. ഓക്കെ, എന്നോട് പറഞ്ഞാണ് ഈ കാര്യമൊന്നും പിള്ളേരുമായി ഷെയർ ചെയ്യേണ്ടത് പറഞ്ഞിരുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം, ചോദിച്ചപ്പോഴേ അത് ഇത് വന്നപ്പോൾ പറഞ്ഞു മാത്രം. അപ്പോൾ ആ കാര്യത്തിൽ പക്ഷേ പിന്നെ ഒരു പരിധിവരെ ചില സ്കൂളിലെ അച്ഛന്മാരൊക്കെ അങ്ങനെ ഒരു 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 ടോക്ക് ഉണ്ടാവാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒന്ന് ഏബിൾ ആവൂല, അതായത് നമ്മളൊന്ന് പ്രിപ്പയർഡ് ആവൂല. നമ്മളിത് ഓൺലൈൻ ക്ലാസ്സും കേൾക്കൂല, എങ്ങനെയെങ്കിലും എക്സാം എഴുതി പാസ്സാവും, എന്നിട്ട് ഒരു തരം നാടൻ രീതിയിൽ ഒരു ടീച്ചർ ലുക്ക് പോലും ഇല്ലാതെ നമ്മൾ ഇൻ്റർവ്യൂവിന് പോയി കണ്ട് എന്ത് ചെയ്യും, അവിടെ എന്തെങ്കിലുമൊക്കെ ആയിക്കാണ്ട് ചെയ്യുമ്പോൾ അവർക്ക് തോന്നും ഇത് വ്യാജനാണോ. സ്വാഭാവികമല്ലേ അല്ലേ? അതിന് അവരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഇപ്പോൾ നമ്മൾ ഇനി ഓൺലൈൻ ടീച്ചിങ് പ്രാക്ടീസ് സാറ് നിങ്ങൾക്ക് നൽകും. ആ സമയത്ത് നിങ്ങളൊക്കെ ഒന്ന് ആക്റ്റീവ് ആവുക. ഇവിടെ ക്ലാസ് നിങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങൾ മിററിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒന്ന് ക്ലാസ് എടുത്തുകൊണ്ട് പരിശീലിക്കുക. മാത്രമല്ല നമ്മുടെ മിസ്സുമാർ നിങ്ങളോട് നിങ്ങളെ വീഡിയോ ക്ലാസ് നിങ്ങൾ ക്ലാസ് എടുക്കുന്നത് ഒരു 5 മിനിറ്റുള്ള ക്ലാസ് വീഡിയോയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് മിസ്സുമാർക്ക് വിടാൻ വേണ്ടി പറയുന്നുണ്ട്. അതൊക്കെ ആത്മാർത്ഥമായി ചെയ്യാം. അങ്ങനെ നമ്മൾ ഏബിൾ ആവണം കേട്ടോ. ഓക്കെ, നമ്മൾ എന്തായാലും നമ്മളിതിന് ഒരുങ്ങി തിരിച്ച ആൾക്കാരാണ്. ഇനി നമ്മുടെ പ്രാക്ടീസ് കുറവ് കൊണ്ട് ഒരു ദോഷം വരരുത്. എന്തായാലും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നെല്ലാം ക്ലിയർ ആവും. അവരുടെ അടുത്തുനിന്ന് ഒരു മോശമായ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത് നമുക്ക് 100% ഉറപ്പില്ല. സംഭവം സ്ട്രിക്റ്റാണ് ഈ കാര്യം. മോശമായ അനുഭവം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി സ്ട്രിക്റ്റ് ആകുമ്പോൾ ആ സ്ട്രിക്റ്റിനെ മോശം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കരുതാൻ പാടില്ല. അത് ഗവൺമെൻറ് ബോഡികളൊക്കെ സ്ട്രിക്റ്റാണ്. ഇപ്പോൾ നമ്മൾ +2 പരീക്ഷയ്ക്ക് പോവുകയാണ്. +2 പരീക്ഷയ്ക്ക് കോപ്പി എടുക്കാൻ സമ്മതിക്കണില്ല. അതുകൊണ്ട് +2 പരീക്ഷ നടത്തുന്ന SCERT കൗൺസിൽ എന്ന് പറയുന്ന ഗവൺമെൻറ് ബോഡി മോശമാണെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. അപ്പം നമ്മളെ ഭാഗം ക്ലിയർ ആക്കുക, നന്നായി പഠിക്കുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക. നമ്മളെല്ലാം കൊണ്ടും നല്ലൊരു ടീച്ചറായിട്ട് പ്രാക്ടീസ് ആവുക. എനിക്ക് തോന്നുക ഒരു 6, 7, 8 മാസം എക്സാം നടത്തിക്കാണ്ട് നിങ്ങളെ വേഗം ടീച്ചറായിട്ട് എൻറോൾ ചെയ്യിക്കുന്നത് തന്നെയായിരിക്കും നിങ്ങളിലും ഭൂരിപക്ഷം പേർക്കും നന്നായിരിക്കുക അല്ലേ? ആഗ്രഹം അതുതന്നെ ആയിരിക്കും. കാരണം അക്കൗണ്ടിൽ സാലറി വേഗം വരണം അല്ലേ? ആത്മാർത്ഥമായി പറയൂ, അതിനല്ലേ ആഗ്രഹം. 1 മാസം വർക്ക് ചെയ്ത് കണ്ട് അക്കൗണ്ടിൽ സാലറി വേഗം വരണം. അടുത്ത മാസം 1-ാം തീയതി ആകുമ്പോഴേക്കും നമ്മളെ അക്കൗണ്ടിൽ സാലറി കയറണം. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയൂ. നമ്മുടെ ആത്യന്തിക ലക്ഷ്യം അതന്നെ അല്ലേ കേട്ടോ. അപ്പം അതിന് വേണ്ട ചില പിന്നെ കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും, നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ചിലപ്പോൾ ബോണഫൈഡ് പ്രോഗ്രാം ഇതിൻ്റെ ഇടയിൽ കയറി വരുമ്പോൾ യൂണിവേഴ്സിറ്റി ചിലപ്പോൾ ഈ ബോണഫൈഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് എക്സാം കുറച്ച് വൈകാനും സാധ്യത ഉണ്ട്. ഞങ്ങൾ അധ്യാപകർ അത് റിക്വസ്റ്റ് കൊടുക്കുക സമയത്ത്, പക്ഷേ നമുക്ക് യൂണിവേഴ്സിറ്റിയെ തിരുത്താനൊന്നും പറ്റൂല കേട്ടോ. ചില വർഷങ്ങളിൽ വൈകിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം 9-ാം മാസം നടക്കേണ്ട എക്സാം 11-ാം മാസമൊക്കെ ആയ ചരിത്രം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പരമാവധി റിക്വസ്റ്റ് കൊടുക്കാം. പിന്നെ യൂണിവേഴ്സിറ്റി ആസ്ഥാനം ആഗ്രയാണെങ്കിൽ, ഇപ്പോൾ അലിഗഡിൻ്റെ ആണെങ്കിൽ ആഗ്രയിൽ പോകേണ്ടി വരും. അവിടെ പോയിട്ട് അവിടെ യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ തന്നെ പോയിട്ട് നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാം. അതിനൊക്കെ പോവാൻ പിന്നെ അർഹതയും ഒക്കെയുള്ള ആൾ തന്നെയാണ് നമ്മുടെ ചെയർമാൻ, നമ്മുടെ SCERT കൗൺസിൽ ഡയറക്ടർ. അറിയാലോ കേട്ടോ. ഡയറക്റ്റ് കയറി ചെല്ലാൻ, അപ്പോയിൻമെൻ്റ് ഇല്ലാതെ കയറി ചെല്ലാനുള്ള പെർമിഷൻ ഉണ്ട്. ഓക്കെ കേട്ടോ. യെസ്. അപ്പോൾ എല്ലാവരും അത് ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമ്മൾ ഓൾദോ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇത് കൂടുതൽ പറയുന്നില്ല. ഒരു 2-3 എക്സാമ്പിൾ പറഞ്ഞ 3 ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓൾറെഡി നമ്മൾ നല്ല സ്പീഡിൽ തന്നെ പോകുന്നത്. നിങ്ങൾക്ക് ഇനിയും ഇപ്പോൾ കുറച്ച് കുട്ടികൾ എന്നെ പേഴ്സണലി വിളിച്ചിരുന്നു 4th ബാച്ചിൽ നിന്ന് തന്നെ. അവർ ചില ആൾക്കാർ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, മക്കൾ കാരണമായിട്ടും അവർ കാരണമായിട്ടും ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ ക്ലാസ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്ത് വരട്ടെ. നമ്മൾ അങ്ങനെ ഒന്ന് സ്ലോ ആക്കിയല്ല, ക്ലാസ് ഓൾറെഡി പോകേണ്ട സ്പീഡിൽ തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സ്പീഡ് കൂടുന്നില്ല കേട്ടോ. ഓക്കെ, കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു പോയാൽ മതി. യെസ്. അപ്പോൾ നമുക്ക് ഓൾദോ എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും എങ്കിലും അത് 2 നെഗറ്റീവായിട്ടുള്ള 2 കാര്യങ്ങൾ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രയോഗമാണ് ഈ ഓൾദോ അല്ലെങ്കിൽ ദോ. ഇനി വരുന്നുണ്ട്. എന്തായാലും ഓൾദോ പറയാം.
although it was a rainy day. Although it was a rainy day. Although it was a rainy day. അന്നൊരു മഴയുള്ള ദിവസം ആയിരുന്നുവെങ്കിലും I went out to play. ഞാൻ പുറത്ത് കളിക്കാൻ വേണ്ടി പോയി. I went out to play. ഞാൻ പുറത്ത് കളിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇന്നലെ മഴയുള്ള ദിവസം അല്ലെങ്കിൽ അന്ന് മഴയുള്ള ദിവസം ആയിരുന്നുവെങ്കിലും ഇറ്റ് വാസ് എ റെയിനി ഡേ, മഴയുള്ള ദിവസം ആയിരുന്നുവെങ്കിലും ഞാൻ പുറത്ത് കളിക്കാൻ വേണ്ടി പോയി. ഇറ്റ് വാസ് എ റെയിനി ഡേ. ഓൾദോ ഇറ്റ് വാസ് എ റെയിനി ഡേ ഐ വെന്റ് ഔട്ട് ടു പ്ലേ. ഓൾദോ ഇറ്റ് വാസ് എ റെയിനി ഡേ ഐ വെന്റ് ഔട്ട് ടു പ്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ ഇന്ന് എടുക്കുന്നില്ല. ഓൾറെഡി നമുക്ക് അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് പോകുന്നത് അറിയാലോ കേട്ടോ. ഓക്കെ, എത്ര പോരെ? ഒരുപാട് വാരി വലിച്ചിപ്പോൾ പോകണ്ടല്ലോ കേട്ടോ. അടുത്ത ക്ലാസ്സോട് കൂടി ഈ കൺജങ്ഷൻ കഴിയും, അതിൻ്റെ വർക്കും തരുന്നുണ്ട്. പിന്നെ നമുക്കതിന് കണ്ടിന്യൂസ് ആയി വരുന്ന ഭാഗങ്ങൾ നമുക്ക് എടുക്കാം. ഇന്ന് ഞാൻ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ കേട്ടോ. സ്പീഡ് പോകത്ത് വേറൊന്നും കൊണ്ടുമല്ല. കാരണം കുറച്ച് സഹോദരിമാർ ക്ലാസ്സിൻ്റെ സ്പീഡിനൊപ്പം മേക്കപ്പ് ചെയ്തായിട്ടില്ല. അപ്പോൾ അവർക്ക് മേക്കപ്പ് ചെയ്യാനുള്ള അവസരം നമ്മൾ കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ അവരും ഈ ജൂണിലോ മറ്റോ ആയിട്ട് സ്കൂളിൽ എൻറോൾ ചെയ്യേണ്ടവരാണ്. അപ്പോൾ അതും നമ്മളെ ക്ലാസ് സ്പീഡ് കാരണമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. അതിപ്പോൾ നമ്മൾ ആര് തന്നെ ആയാലും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെയുള്ള ഒരു പിന്നെ കൺസിഡറേഷൻ തരുന്നത്. സോ നമ്മൾ ക്ലാസ് ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട്, ക്ലാസ് നന്നായി മനസ്സിലാവുന്നുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, എന്നാൽ ഈ ഓരോരുത്തരും ലെഫ്റ്റ് ആയിക്കോളൂ ക്ലാസ് ഒന്ന്. സോ താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.